നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്കൂൾ പാചക തൊഴിലാളി സംഘടന ഇപ്പോൾ നിരന്തരം സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് ഇവർ ഇറങ്ങുന്നത്. എന്നാൽ സമരം നടത്തുമ്പോൾ ഒരു മാസത്തെ ശമ്പളം കൊടുത്ത് പ്രശ്നം പരിഹരിക്കുകയും പിന്നീടുള്ള മാസങ്ങളിൽ ശമ്പളം നൽകാതിരിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. ഇതിനെതിരെ ഇവർ ഖജനാവ് നിറയ്ക്കൽ സമരവും കേരള ധനമന്ത്രി KN ബാലഗോപാലിന്റെ വസതിയുടെ മുന്നിൽ കഞ്ഞിവെപ്പു സമരവുമായി സ്കൂൾ പാചക തൊഴിലാളി സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സ്കൂൾ പാചക തൊഴിലാളി സംഘടന ഈ നിരന്തരമായിട്ടുള്ള ഒരു സമരം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ശമ്പളം മുടക്കത്തിലാണ്. ശമ്പളം മുടക്കും, നമ്മൾ സമരം ചെയ്യും, വീണ്ടും അവർ ഒരു മാസത്തെ ശമ്പളം തരും. ഇതാണ് ഇപ്പൊ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. ഈ ശമ്പളം മാത്രമല്ല, നമ്മൾക്ക് യാതൊരുവിധ ആനുകൂല്യവുമില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു പാചക തൊഴിലാളി സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചു, ഒരു ശാന്തമ്മയമ്മ. അവരുടെ പിൻഗാമിക്ക് ജോലി പോലും നൽകാനുള്ള ഒരു സന്മനസ് ആ അധ്യാപകർ കാണിക്കുന്നില്ല. സർക്കാരിനും അവര് മരിച്ചു പോയെങ്കിൽ പോട്ടെ എന്നുള്ളതാണ് അവർ കരുതുന്നത്. ഇപ്പൊ ഇതേ രീതിയിൽ മുന്നോട്ട് നമ്മൾ നടന്നു പോയാൽ നമുക്ക് യാതൊരുവിധ ആനുകൂല്യവും ഈ സർക്കാരിൽ നിന്ന് കിട്ടത്തില്ല. ഈ സർക്കാരിൽ നിന്ന് ശമ്പളമെങ്കിലും മുടക്കമില്ലാതെ അതാത് മാസത്തിൽ 5-ാം തീയതിയെങ്കിലും നമ്മൾക്ക് തരാനുള്ള മനസ്സ് കാണിക്കണമെന്നും അതിനുള്ള പൈസ അവർക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഖജനാവ് നിറയ്ക്കൽ പരിപാടി നടത്തുന്നത്. ഈ ഒരു ഭിക്ഷാടനം നടത്തിയെങ്കിലും സർക്കാരിന് നമ്മൾക്ക് മണി ഓർഡർ അയച്ചു കൊടുക്കാം, എന്നാലെങ്കിലും നമ്മളുടെ ശമ്പളം തരാനുള്ള മനസ്സ് കാണിക്കണം അവർ. ഇപ്പം ഈ നിരന്തരമായി 2019 മുതൽ നമ്മൾ നിരന്തര സമരമാണ്. നമ്മൾക്ക് 2 മാസം 3 മാസം കൂടുമ്പോഴാണ് അവർ ശമ്പളം തരുന്നത്. ആ 3 മാസം കൂടുമ്പോൾ ഒരു മാസത്തെ ശമ്പളം തരും. വീണ്ടും നമ്മൾ സമരം ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ശമ്പളം തരത്തുള്ളൂ. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ എത്ര നാൾ നമ്മൾ സമരം ചെയ്ത് പോകും? ഇന്നിപ്പോ തന്നെ ഈ ഒരു സമര പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയപ്പോ തന്നെ നമുക്ക് കാശുകളുടെ ചെലവാണ്. ഇത്രയും കാശ് ചെലവാക്കി നമ്മൾ ഈ സമരം ചെയ്യണം, എന്നാലേ അവര് പൈസ നമുക്ക് തരത്തുള്ളൂ, ജോലി ചെയ്ത ശമ്പളം. അപ്പൊ ഇതേ രീതിയിൽ അല്ലാതെ സർക്കാരിന് ഒരു നല്ല മനസ്സുണ്ടാകണം. നാളത്തെ ബഡ്ജറ്റിൽ നമ്മൾക്ക് എന്തെങ്കിലും ആനുകൂല്യം ഈ ബഡ്ജറ്റിൽ നമ്മൾക്ക് അനുവദിക്കണം. കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് കഴിഞ്ഞു, നമ്മൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും അതിൽ നിന്ന് നൽകിയിട്ടില്ല. അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ആശാ വർക്കർമാർക്കും എല്ലാം ഇപ്പം കേന്ദ്ര ബഡ്ജറ്റിൽ ആനുകൂല്യങ്ങൾ ഉണ്ടായി. പക്ഷേ സ്കൂൾ പാചക തൊഴിലാളികളെ മാത്രം അവർ കണ്ടില്ല. ഈ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരനുവദിക്കുന്ന അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകണമെന്ന് മാത്രമാണ് നമ്മൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ആ നിത്യേനയുള്ള ശമ്പളം നമ്മൾക്ക് അതാത് മാസമേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ് ശരി, അതാത് മാസം തന്നാൽ മതി. അതാത് മാസമെങ്കിലും ഒരു 5-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ശമ്പളം തരണ്ടേ? അതാ ഈ സർക്കാർ തരാൻ മനസ്സ് കാണിക്കാത്തത്. എന്താണ്? അവർക്കൊക്കെ ശമ്പളം കിട്ടിയതിന് ശേഷം മിച്ചം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവരെ പോലെ ജോലി ചെയ്യുന്ന അവരെ പോലെയും അല്ല. അവര് രാവിലെ AC റൂമിൽ കസേരയിൽ വന്നിരുന്ന് ചെയ്യുന്ന ജോലി പോലെയല്ല ഇത്. തീയത്തും പുകയത്തും വന്നിരുന്ന് വെയിലും മഴയും കൊണ്ട് ഈ സ്കൂൾ പാചക തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്. സ്കൂളിലേക്കുള്ള മരക്കറികൾ മേടിച്ചുകൊണ്ട് പോയി ജോലി ചെയ്യണം. ഉച്ചഭക്ഷണത്തിനുള്ള അരി തലേന്നേ അരി പാറ്റി നുള്ളിപ്പറക്കി വൃത്തിയാക്കി വെച്ച് അടുത്ത ദിവസം രാവിലെ വരുമ്പം വെള്ളമില്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെള്ളം ഉള്ള ഭാഗത്ത് പോയി ചുമട്ടുവെള്ളം കോരിക്കൊണ്ട് വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം 12 മണിക്ക് മുമ്പേ വെച്ച് ആറ്റി തണുപ്പിച്ച് കുട്ടികൾക്ക് പാചകം ചെയ്ത് കൊടുക്കണം. ഈ കഞ്ഞിവെപ്പ് സമരം തന്നെ നടത്തുന്നത് തന്നെ ശകുന്തളയുടെ ഒരു മേൽനോട്ടത്തിൽ കൂടെയാണ്. ശകുന്തള ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മുന്നമേ ഉണ്ട്, നമുക്ക് ശക്തമായി സമരം തുടർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശമ്പളം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഒപ്പമിരുന്ന് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശകുന്തളയ്ക്ക് ഈ എല്ലാവിധമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായി വന്ന് നിൽക്കുന്ന എല്ലാ പോലീസുകാർക്കും ഇവിടെ വന്നിരുന്ന പല ചാനലുകാരുണ്ട്, അവർക്കും എൻ്റെ പേരിലും ഈ സമരത്തിൻ്റെ അംഗങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു.